السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദർസുകൾ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അവൻ്റെ ഇബാദുസ് സാലിഹീങ്ങളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദർസ് കേൾക്കുന്നവർ, അതുപോലെ ഇതിനൊത്താശ ചെയ്യുന്നവർ, ഇതിൽ വരുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർ, ഇതിൻ്റെ പ്രചാരകർ, ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൻ്റെ കാവലും ശഫാഅത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. صدق الله العظيم. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ജൂതന്മാരും നസാറാക്കളും തമ്മിൽ പരസ്പരമുള്ള ചളിവാരിയേറായിരുന്നു. ഇനി അല്ലാഹു തആല ചോദിക്കുകയാണ്, വമൻ അദ്ലമു. അല്ലാഹുവിൻ്റെ ചോദ്യം, ആരുണ്ട് ഏറ്റവും വലിയ അക്രമിയായിട്ട് ആരാണുള്ളത്? മിമ്മൻ മനഅ മസാജിദല്ലാഹ്. അല്ലാഹുവിൻ്റെ ഗേഹങ്ങൾ, അല്ലാഹുവിൻ്റെ മസ്ജിദുകൾ, അവൻ്റെ വീടുകൾ, ആ വീടുകളെ തടയുന്നവരെക്കാളും അക്രമി ആരുണ്ട്? എന്തിനെ തൊട്ട് തടയുക? അൻ യുദ്കറ ഫീഹ ഇസ്മുഹ്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ അവിടെ പറയുന്നതിനെ തൊട്ട് അല്ലാഹുവിൻ്റെ മസ്ജിദുകളെ തടയുന്നവരെക്കാളും വലിയ അക്രമി ആരാണ് ഭൂമി ലോകത്തുള്ളത്? നബിയെ അങ്ങ് ചോദിക്കണം, കഴിഞ്ഞില്ല. വസഅ ഫീ ഖറാബിഹാ. ആ വിശുദ്ധ ഗേഹങ്ങൾ, ആ മസാജിദുകൾ,
അത് തകർക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അവരെക്കാളും വലിയ അക്രമികൾ ആരാണ് ലോകത്തുള്ളത്? എന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു നഗ്ന സത്യമുണ്ട്. ഉലായിക, അക്കൂട്ടരുണ്ടല്ലോ, ഇങ്ങനെ പള്ളികൾക്കെതിരിൽ ആക്രോശിക്കുന്നവർ, പള്ളികളിൽ നിസ്കാരങ്ങൾ മുടക്കുന്നവർ അക്രമകാരികളാണ്. ഉലായിക, അക്കൂട്ടർ മാകാന ലഹും, അവർക്ക് സാധിക്കൂല, അൻ യദ്ഖുലുഹാ, പിന്നൊരവസരത്തിൽ അവർ പ്രവേശിക്കൽ, ഇല്ലാ ഖായിഫീൻ. യാ റബ്ബ്, ഖുർആനിൻ്റെ സൗന്ദര്യം എത്രയാണ്! ഇല്ലാ ഖായിഫീൻ, ഭയപ്പാടോടുകൂടെയല്ലാതെ അവർക്കിനി അത്തരം ഗേഹങ്ങളിൽ പ്രവേശിക്കാൻ കഴിയില്ല. കഴിഞ്ഞോ അവരുടെ കുടുക്ക്, അവരുടെ ഇടങ്ങാറും അവരുടെ പ്രതിസന്ധിയും കഴിയുന്നില്ല. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ, അവർക്ക് ദുനിയാവിൽ നിന്ദ്യതയുണ്ട്, നിസാരതയുണ്ട്, വളരെ അവഹേളനങ്ങൾ അവർക്ക് വരും. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം. അല്ലാഹു പറയുന്നു, വലഹും, അവർക്കുണ്ട് കേട്ടോ, ഫിൽ ആഖിറ, കാലകാലം ജീവിക്കേണ്ട ആഖിറ ലോകത്ത്, അദാബുൻ അദീം, കഠിനമായ വലിയ ശിക്ഷ തന്നെ അവർക്കുണ്ട് നബിയേ. ഇതാണ് ആയത്ത്. അതിൻ്റെ തഫ്സീറിലേക്ക് വരാം. വളരെ ഹ്രസ്വമായിട്ടാണ് നമ്മളിത് വിശദീകരിക്കുന്നത്. കാരണം ഖുർആനിനെ കുറിച്ച് നമുക്ക് അങ്ങനെ അറിയൂ. മുഫസ്സിറുകൾ എഴുതി വച്ചത് പൂർണ്ണമായിട്ടൊന്നും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാലും നമുക്ക് നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് മശായിഖന്മാർ കൈമാറി തന്ന ആ സുന്ദരമായ അറിവുകൾ വെച്ചിട്ടാണ് നമ്മൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അല്ലാഹു പറയുന്നു, ഒമൻ അദുലമു, ലാ അഹദുൻ അദുലമു, അക്രമിയായിട്ട് ആരുമില്ല, മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹ ഇസ്മുഹു, അല്ലാഹുവിൻ്റെ പേര് പറയാൻ പള്ളികളിൽ നിന്ന് പറയേണ്ടത് അല്ലാഹുവിൻ്റെ നാമങ്ങളാണ്. അത് പറയുന്നതിനെ തടയുന്നവരെക്കാളും വേറെ അക്രമി ആരുമില്ലടോ. ബിസ്വലാത്തി, എന്തുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ പേരുകൾ, അല്ലാഹുവിൻ്റെ സ്മരണ പള്ളികളിൽ ഉണ്ടാകുന്നത്? ബിസ്വലാ, നിസ്കാരം കൊണ്ട്. മസാജിദ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ ജംഉ മസ്ജിദിൻ, മസ്ജിദിൻ്റെ ജം ആകുന്നു മസാജിദ്. സുമ്മിയ ബിസ്മി സുജൂദി ലിഅന്നഹു അഷ്റഫു അർക്കാനി സ്വലാഹ്, നിസ്കാരത്തിൻ്റെ റുക്നുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് സുജൂദ്. ആ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നതാണല്ലോ മസ്ജിദ് എന്ന് പറഞ്ഞാൽ. ആ രൂപത്തിലാണ് ആ പേര് വന്നത്. എന്തേ കാരണം? ലി ഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം, ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് നമുക്കൊക്കെ അറിയുന്നതാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, സുജൂദിൽ ചെയ്യുന്നവനായിരിക്കുമ്പോഴാണ് അള്ളാഹുവിലേക്ക് ഒരു അടിമ വല്ലാതെ പ്രാപിക്കുന്നത്, അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത്, ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. അതുകൊണ്ടാണ് ആ മസ്ജിദ്, സുജൂദല്ലാത്തതും അവിടെ നടക്കുന്നുണ്ടല്ലോ, ഏറ്റവും പ്രൗഢമാക്കി ആ പേരിങ്ങനെ വന്നത്. അതിൻ്റെ പശ്ചാത്തലമാണ് ഇമാം സാവി വിശദീകരിക്കുന്നത്. ബിസ്വലാത്തി, നിസ്കാരം കൊണ്ട്, തസ്ബീഹ്, തസ്ബീഹ് കൊണ്ടും. അശാറ ബിദാലിക ഇലാ അന്നൽ മുറാദ ബിദിക്രി ഇസ്മില്ലാഹി ഫീഹാ മാ യഉമ്മു സ്വലാത്ത വഗൈറഹ, നിസ്കാരവും അല്ലാത്തതൊക്കെ ദിക്റുല്ലാഹിയാണ് എന്ന് സമർത്ഥിക്കാനാണ് ബഹുമാനപ്പെട്ട മുഫസ്സിർ ഈ തഫ്സീർ കൊണ്ടുവന്നിട്ടുള്ളത്. വസആ ഫീ ഖറാബിഹ, ആ പള്ളിയുടെ നാശത്തിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതെങ്ങനെയൊക്കെ പ്രവർത്തിക്കാം? ബിൽ ഹദ്മി, പൊളിച്ചിട്ട് ആ പള്ളിയുടെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അവിത്തഅ്തീൽ, അല്ലെങ്കിൽ ഇബാദത്തുകൾ മുടക്കിയിട്ട്. അങ്ങനെയുണ്ടല്ലോ വഹാബികൾ, ഇബാദത്ത് മുടക്കുകയാണ്, കേസ് കൊടുത്ത് പള്ളി പൂട്ടിക്കുകയാണ്. അവരൊക്കെ ഈ ഗണത്തിൽപ്പെടും.
ജൂതന്മാരെയും നസാറാക്കളെയും മാത്രമല്ല ഇതിൽ ഒമൻ അദുലമു എന്ന ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ പള്ളിയിൽ ആരൊക്കെ, പള്ളി പൂട്ടിക്കുന്നവർ ആരാണ്, അള്ളാഹുവിൻ്റെ മസ്ജിദുകൾക്ക് തുരങ്കം വെക്കുന്നവരാരാണ്, എല്ലാവരും പെടും. നസലത്ത്, ഈ ആയത്തിറങ്ങിയത് ഇഖ്ബാറൻ അനി റൂമി അല്ലദീന ഖറബു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദിസ് ഖറാബാക്കാൻ ഉദ്ദേശിച്ച് ഇറങ്ങി പുറപ്പെട്ട റോമക്കാരെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത്. ഔ ഫിൽ മുശ്രിക്കീന, അല്ലെങ്കിൽ മറ്റൊരഭിപ്രായ പ്രകാരം മുശ്രിക്കീങ്ങളുടെ വിഷയത്തിലാണ്, റോമക്കാരുടെ വിഷയത്തിൽ അല്ല, മുശ്രിക്കുകളുടെ വിഷയത്തിലാണ്. ലമ്മാ സദ്ദുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാമൽ ഹുദൈബിയ്യത്തി അനിൽ ബൈത്ത്, അള്ളാഹുവിൻ്റെ വിശുദ്ധ കഅബാലയത്തിലേക്ക് മുത്തുനബി ഹുദൈബിയ്യ ഹിജ്റ 6 ഹുദൈബിയ്യ വഹുവ ആമു 6 മിനൽ ഹിജ്റ ഹീന ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി 1400 ബിഖസ്ദിൽ ഉംറ, ഉംറ ഉദ്ദേശിച്ച് ആയിരക്കണക്കിന് 1400 അസ്ഹാബുമായിട്ട് മുത്തായ റസൂലുള്ളാഹി തങ്ങൾ വരുന്നു, തടയുന്നു. അവരെക്കുറിച്ചാണ് പള്ളികളെ തൊട്ട് വിശ്വാസികളെ തടയാൻ പാടില്ല, അവർക്ക് ദാരുണമായ ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകുമെന്നല്ലേ ശേഷം പറയുന്നത്. ഉലൈക മാ കാന ലഹും മൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ, അക്കൂട്ടർ മാ കാന ലഹും അവർക്ക് കഴിയൂല യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ. ഖബറും ബിമഅനൽ അംർ, വാക്ക് ഖബരിയായ ജുംലയാണെങ്കിലും അത് അംറിൻ്റെ ഇൻഷാഇയായ മഅനയാകുന്നു. ഐ അഖീഫൂഹും ബിൽ ജിഹാദി, അവരോട് നിങ്ങൾ ധർമ്മസമരത്തിന്, നിങ്ങൾ അവരെ ധർമ്മസമരം നിങ്ങൾക്കെതിരെയുണ്ടെന്ന് പറഞ്ഞ് ഭീതിപ്പെടുത്തണം. ഫലാ യദ്ഖുലുഹാ അഹദുൻ ആമിന, അഭയത്തോടെ നിർഭയത്തോടെ അവരാരും അവിടെ വരൂല. അങ്ങനെയല്ലേ കഅബാലയത്തിൻ്റെ അവസ്ഥയൊക്കെ പിന്നെ ഉണ്ടായത്. ഹുദൈബിയയിൽ തടഞ്ഞു, പക്ഷേ 2 കൊല്ലം താമസിച്ചപ്പോഴേക്കും ഹിജ്റ 8 പ്രൗഢമായ മക്കം ഫത്ഹ് നടന്നു. വളരെ പേടിച്ചിട്ടല്ലേ ആ ശത്രുക്കൾ തങ്ങളെ മുമ്പിൽ നിന്നത്. അവരോടൊക്കെ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇൻതൊലിക്കൂ ഇദ്ഹബൂ, നിങ്ങളൊക്കെ പോകണം, ഫഅൻതുമുത്തുലഖാ. ഇതാ ഇസ്ലാമിൻ്റെ സന്ദേശം പ്രിയപ്പെട്ടവരെ, ആരെയും ആക്രമിക്കുന്ന മതമല്ല പരിശുദ്ധ ഇസ്ലാം. ശരിയായ നിലക്ക് ദീനിൻ്റെ വിഷയത്തിൽ ഉറച്ചു നിന്നാൽ ഫത്ഹ് ഉണ്ടാകുമെന്നതാണ് ഈ ആയത്തിൻ്റെ ഒരു വലിയ സൂചന. ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ, ഞാൻ നീട്ടുന്നില്ല, ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ, അവർക്ക് വലിയ ഖിസിയുണ്ട് നബിയെ ദുനിയാവിൽ. ഹവാനും ബിൽ ഖത്ലി വസ്സബി വൽ ജിസിയ, അതേ അവർക്ക് നിന്ദ്യതയുണ്ട്. ബിൽ ഖത്ലി, യുദ്ധങ്ങളിൽ അവർ കൊല ചെയ്യപ്പെട്ടു പോകുന്നു. വസ്സബി, യുദ്ധങ്ങളിൽ പിടിച്ച് തടവുള്ളിയാക്കുന്നു. വൽ ജിസിയ, ടാക്സ് കൊടുത്ത്, മുസ്ലിമീങ്ങൾക്ക് ടാക്സ് കൊടുത്ത് ജീവിക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള ഹവാൻ, ആ നിന്ദ്യതയും നിസാരതയും ദുനിയാവിൽ അവർ ഏറ്റുവാങ്ങേണ്ടി വരും. കഴിഞ്ഞില്ല. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം, ഇവിടുന്ന് അങ്ങനൊക്കെ കിട്ടിയാൽ ആഖിറത്തിൽ രക്ഷപ്പെടുമോ? ഇല്ല. 2 ലോകത്തും കുടുങ്ങുന്നതാണ് പള്ളികളോടുള്ള, അള്ളാഹുവിൻ്റെ മസ്ജിദുകളോടുള്ള കളി. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം, അവർക്ക് ആഖിറത്തിൽ നബിയെ വലിയ ശിക്ഷയുണ്ട്. ഹുവന്നാർ, അത് നരകമാണ്, പറയേണ്ടതില്ലല്ലോ. അതിനേക്കാളും വലിയ ശിക്ഷ ഏതാ ഉള്ളത്? ശിക്ഷയുടെ എല്ലാ അൻവാഴുകളും നരകത്തിലുണ്ട്. അല്ലാഹ് റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പം അങ്ങനെയാണ് പള്ളികളോട് കളിച്ചവർ എവിടെയാണ് രക്ഷപ്പെട്ടത്? എവിടെയാണ് രക്ഷപ്പെട്ടത്? അതേത് മസ്ജിദുകളോട് കളിച്ചവരെയും അല്ല വിടൂല. ഹവാനുണ്ട്, ദുനിയാവിലെ ഖിസിയുണ്ട്. ബാബരി മസ്ജിദിനോട് കളിച്ചവർക്ക് ദുനിയാവിൽ വല്ലാത്ത ഖിസി കിട്ടിക്കൊണ്ടിരിക്കുന്നു. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം, മസ്ജിദുൽ അഖ്സയോട്, ബൈത്തുൽ മുഖദ്ദസിനോട് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ ഹവാനും ഖിസിയും. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം, കഅബാലയത്തിൽ പ്രതിഷ്ഠിച്ച 300-ലേറെ ബിംബങ്ങൾ,
അസ്വനമുകൾ വലിയ ഹവാൻ ഏറ്റുവാങ്ങിയില്ലേ സമൂഹം, വലിയ ഖിസി കിട്ടിയില്ലേ ദുനിയാവിൽ തന്നെ, ആഖിറത്തിൽ കടുത്ത ശിക്ഷ വരാനില്ലേ? ആരാണ് രക്ഷപ്പെട്ടത്? അള്ളാഹുവിൻ്റെ മസാജിദുകളോട് ആത്മാർത്ഥമായി ഉസ്സിസ അല തഖ്വാ, തഖ്വയിൽ അടിത്തറ പാകിയ പള്ളികളോട് കളിച്ചിട്ട് ആരുണ്ട് ഇവിടെ രക്ഷപ്പെട്ടവർ? ദുനിയാവിൽ ഖിസി വരും, ആഖിറത്തിൽ കടുത്ത ശിക്ഷ വരും. അതെന്തിൻ്റെ പേരിലായാലും അള്ളാഹുവിൻ്റെ മസ്ജിദുകളോട് കളിക്കരുതേ. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായ ഷാഇറുകളാകുന്ന മസ്ജിദുകൾ, ദീനീ ഉലൂമുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, അവകളോടൊന്നും രാഷ്ട്രീയത്തിൻ്റെ പേരിലോ സംഘടനാ വൈജാത്യത്തിൻ്റെ പേരിലോ സംഘടനാ വിയോജിപ്പുകളുടെ പേരിലോ ഒന്നും നമ്മൾ കളിക്കാൻ പാടില്ല എന്ന് ഈ ആയത്ത് പച്ചയായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. അവൻ്റെ പള്ളികൾ പ്രശോഭിപ്പിക്കുന്നതിൽ വലിയ പങ്കുകൾ വഹിക്കാൻ, ധാരാളം മസ്ജിദുകൾ എടുക്കാൻ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എത്രയാണ് പള്ളികൾ ഉണ്ടാക്കി കൂട്ടിയത്, എത്ര മസ്ജിദുകളാണ് എല്ലാ ജനങ്ങൾക്കും സംഘടനാ വിവേചനമില്ലാതെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ നിർമ്മിച്ച മഹാമനീഷി. അതുകൊണ്ടല്ലേ ഇത്രയും അഭിമാനകരമായി ഇസ്സത്തോടുകൂടെ നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രിയപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമക്ക്, നമ്മുടെ സർവ്വ ഉലമാക്കൾക്കും സാദത്തുക്കൾക്കും അള്ളാഹു നൽകട്ടെ. ആമീൻ. അവരുടെ തഹ്തിലായി നമുക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.